അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ 3 പേരാണ് അപ്പോൾ നിങ്ങളൊക്കെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നാളെ എനിക്കിപ്പോൾ ലീഡർ ആവണം എന്നുള്ളതല്ല വരിക. ഈ ഒരു ഫീൽഡിൽ ഞാൻ മേലോട്ട് പിന്നെ കയറി വരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോവർ എൻഡിൽ വരുമ്പോൾ എപ്പോഴും റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. 2 ടേമാണ് അതിലേക്ക് വരുന്നത്, ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നത് എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ ലെവലിൽ വരുന്ന ആൾക്കാർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ആ നിങ്ങളുടെ സെക്ഷനിൽ ആരാണോ ഒന്നിന് മേലെ എന്ന് പിന്നെ കൺസിഡർ ചെയ്യുന്നത് അക്കൗണ്ടബിലിറ്റിയിലേക്ക് വരും. അതായത് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി ആ കമ്പനിയുടെ ഗ്രോത്തിന് നിദാനമാവുകയാണെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടബിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്രിസ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ സാലറി വാങ്ങിക്കുന്ന പിന്നെ അല്ലാതെ സാലറി വാങ്ങിക്കുമല്ലോ, അപ്പോൾ ആ കമ്പനിയുടെ പിന്നെ റവന്യൂ എൻഷുർ ചെയ്യുന്ന രീതിയിൽ അയാൾ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അക്കൗണ്ടബിളാണ്. അതേസമയം ഇപ്പോൾ കമ്പനി ചില റെസ്പോൺസിബിലിറ്റിയോട് മാത്രം ആ കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഞാൻ മനസ്സിലായോ? അപ്പോൾ അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. വെച്ചാൽ ആ അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി കൂടെ അക്കൗണ്ടബിലിറ്റി ഇങ്ങനെ കയറി വരുമ്പോഴാണ് എന്ത് വരുന്നത്, അയാൾക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ കുറച്ചും കൂടെ കമ്പനിക്ക് ഒരു വേർത്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അയാൾ കമ്പനിയുടെ ഒരു ഇന്നവിറ്റബിൾ പാർട്ടാണ് എന്ന രീതിയിൽ ഇങ്ങനെ അയാൾ സ്വയം തെളിയിച്ചുകൊണ്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യണത്, അയാൾക്ക് വേണ്ടിയിട്ട് കമ്പനിക്ക് സ്പെൻഡ് ചെയ്യാനോ അല്ലാതെ അത്തരം മടിയില്ലാതെ വരും.